യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വചനമാണ് നിങ്ങളോട് പറയാനായിട്ട് എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം 22-ാമത്തെ വചനം. എന്നാൽ ഇത് മോഷ്ടിച്ചും കവർന്നും പോയിരിക്കുന്ന ഒരു ജനമാകുന്നു. അവരൊക്കെയും കുഴികളിൽ കുടുങ്ങിയും കാരാഗ്രഹങ്ങളിൽ അടയ്ക്കപ്പെട്ടും ഇരിക്കുന്നു. അവർ കവർച്ചയായി പോയി ആരും വിടുവിക്കുന്നില്ല. അവർ കൊള്ളയായി പോയി മടക്കി തരിക എന്നാരും പറയുന്നതുമില്ല. ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ജനതയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പ്രവാചക കണ്ണുകളിലൂടെ കാണിച്ചു കൊടുക്കുന്ന കാര്യമാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. അതെന്താണെന്ന് നമുക്ക് അല്പസമയം ധ്യാനിക്കാൻ കർത്താവ് കൃപ ചെയ്യുമാറാകട്ടെ. ഇവിടെ ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന് പറയുന്നൊരു ജനം മോഷ്ടിക്കപ്പെട്ടു പോയി, കവർച്ചയാകപ്പെട്ടു പോയി, അവർ കുഴികൾക്കകത്ത് കുടുങ്ങിപ്പോയി, കാരാഗ്രഹങ്ങൾക്കകത്ത് അടയ്ക്കപ്പെട്ടു പോയി. പ്രവാചകൻ ചോദിക്കുകയാണ്, സ്തോത്രം, ആരിവരെ വിടുവിക്കും? അടുത്തത് ചോദിക്കുകയാണ്, ആരിവരെ മടക്കിത്തരിക എന്ന് പറയും. പ്രവാചകൻ ചോദിക്കുകയാണ്, ഇവരെ വിടുവിക്കാൻ ആരുണ്ട്? ഇവരെ മടക്കി പ്രാപിക്കാൻ ആരുണ്ട്? ചോദ്യം, ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന് പറയുന്ന ഈ ജനത്തിന് എന്തുകൊണ്ട് ഇങ്ങനെ വിപത്ത് വന്നു? എന്തുകൊണ്ട് ഈ വിപത്ത് വന്നപ്പോൾ ദൈവം മൗനമായിരുന്നു? ആ ചോദ്യത്തിനൊക്കെ ഉത്തരം ഈ അധ്യായത്തിൽ തന്നെ ഉണ്ട്. മുകളിലത്തെ വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. എൻ്റെ ദൈവം ചതഞ്ഞ ഓട ഒടിക്കുന്ന ദൈവമല്ല, പുകയുന്ന തിരിയെ എന്ന് പറഞ്ഞാൽ, നീ ചതയപ്പെട്ടെങ്കിൽ നിൻ്റെ അടുക്കൽ ഞാൻ വന്നത് നിന്നെ ഒടിക്കാൻ വേണ്ടിയല്ല, നിൻ്റെ ചതഞ്ഞ അനുഭവത്തെ മാറ്റിപ്പണിയാൻ വേണ്ടിയാ. സ്തോത്രം. നീ പുകഞ്ഞിരിക്കുകയാണെങ്കിൽ നിന്നെ കെടുത്താനല്ല വന്നത്, പുകഞ്ഞിരിക്കുന്ന നിന്നെ ഒന്ന് ആളിക്കത്തിക്കാനാണ് ഞാൻ വന്നത്. ഇനി എന്താണ് ഇങ്ങനെ സംഭവിക്കുവാൻ കാരണമെന്ന് ചോദിച്ചാൽ 24-ാമത്തെ വാക്യത്തിൽ അതേ അധ്യായത്തിൽ പ്രവാചകൻ വെളിപ്പെടുത്തി തരുന്ന ഭാഗമുണ്ട്. ആ ഭാഗം ഒന്ന് പഠിക്കുമ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഗ്രഹിക്കുവാനായിട്ട് കഴിയും. യാക്കോബിനെ കൊള്ളയായും ഇസ്രായേലിനെ കവർച്ചക്കാർക്കും ഏൽപ്പിച്ചു കൊടുത്തവൻ ആർ? അത് ചോദിക്കുക. യാക്കോബിനെ കൊള്ളയായും ഇസ്രായേലിനെ കവർച്ചയായും കവർച്ചക്കാർക്ക് ഏൽപ്പിച്ചു കൊടുത്തത് ആര്? യഹോവ തന്നെയല്ലോ. യഹോവ തന്നെ അല്ലയോ? അവനോട് നാം പാപം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കണം. പ്രവാചകൻ ആത്മാവിൽ ചോദിക്കുകയാണ്, ഇവരിങ്ങനെ കൊള്ളയായി പോകാൻ, ശത്രു കൊണ്ടുപോകാൻ കാരണം എന്താ? ഇവർ ദൈവത്തിൻ്റെ കാവലിൽ ഇരുന്നവരല്ലേ, എന്തുകൊണ്ട് ഇവരെ കൊണ്ടുപോയി? സ്തോത്രം. അതിന് ഉത്തരം പറയുക. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. യാക്കോബിനെ കൊള്ളയായും ഇസ്രായേലിനെ കവർച്ചയ്ക്കായും ഏൽപ്പിച്ചു കൊടുത്തവൻ ആർ? യഹോവ തന്നെ അല്ലയോ? അവനോട് നാം പാപം ചെയ്തു പോയി. അവന്റെ വഴികളിൽ നടപ്പാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. അവന്റെ വഴികളിൽ നടപ്പാൻ അവർക്ക് മനസ്സിലായിരുന്നു. അവന്റെ ന്യായപ്രമാണം അവർ അനുസരിച്ചിട്ടുമില്ല. ഈ വാക്യത്തിനകത്ത് ഇത് പ്രസംഗിച്ചു വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചോദ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദൈവത്തിൻ്റെ കാവലുണ്ട്, സൂക്ഷിപ്പുണ്ടെന്ന് നമുക്ക് ഉറപ്പ് തന്നിട്ടും എന്തുകൊണ്ടാണ് അവർ മോഷ്ടിക്കപ്പെട്ട് ശത്രു അപഹരിച്ചുകൊണ്ട് പോയി അവരെ ഒരിക്കലും കയറി വരാൻ പറ്റാത്ത കുഴിക്കകത്തിട്ട് അവരെ കുടുക്കിൽ കയറ്റി ബന്ധിച്ച് എന്തുകൊണ്ടാണ് അവരെ തകർത്തതെന്നൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞ വാക്യം ഞാൻ വെളിപ്പെടുത്തിയത്. ഞാനൊരു കാര്യം നിങ്ങളോട് തുറന്നു പറയാം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ മെസ്സേജ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കണം, സ്തോത്രം, ശത്രു ആരെയൊക്കെയോ കുരുക്കാൻ ശ്രമിക്കുന്നത് ആത്മാവി കണ്ടുകൊണ്ടാണ് ഈ ദൂത് ഇന്ന് എടുക്കുന്നത്. സ്തോത്രം. കുരുങ്ങിയവരോട് പറയാം, കുരുക്കഴിക്കാൻ ദൈവത്തിന് കഴിയും. ചിലരെ കുരുക്കാൻ നോക്കുന്നുണ്ട്. ഈ ജനം മോഷ്ടിക്കപ്പെട്ടു പോയി, അവർ കവർച്ചയായിപ്പോയി, അവർ കുരുങ്ങിപ്പോയി, അവർ കുഴികൾക്കകത്ത് ബന്ധിക്കപ്പെട്ടു പോയി. പ്രവാചകൻ ചോദിക്കുക, ആരിവരെ വിടുവിക്കും? സ്തോത്രം. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയുന്നൊരു ദൂത് പറയാം. 2 ആത്മീക ദൂതുകൾ ഇതിനകത്ത് പറയാനുണ്ട്. 1, ആരോ നിന്നെ കുരുക്കാൻ ശ്രമിക്കുന്നു. 2, എന്നോ നീ കുരുങ്ങപ്പെട്ടു പോയി, എന്നാൽ നിന്നെ വിടുവിക്കാൻ ദൈവത്തിന് സമയമായി. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. ഞാൻ വേദപുസ്തക വെളിപ്പാടുകളിലോട്ട് നിങ്ങളുടെ ചിന്തകളെ ഒന്ന് കൊണ്ടുവരാം. ദൈവത്തിന് സ്തോത്രം. ഈ ബൈബിൾ നമ്മൾ പഠിക്കുമ്പം ബൈബിളിനകത്ത് ചിലരെയൊക്കെ ശത്രു കുരുക്കാൻ നോക്കിയപ്പം കുരുങ്ങിപ്പോയവരുണ്ട്. പക്ഷെ ചിലരെയൊക്കെ ശത്രു കുരുക്കാൻ നോക്കിയപ്പം കുരുക്കാൻ വന്നവൻ കുരുങ്ങിയതല്ലാതെ കുരുക്കപ്പെടേണ്ടവൻ കുരുങ്ങിയില്ല. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയുകയാണ്, ഈ നാളുകളിൽ ആർക്കൊക്കെയോ കുരുങ്ങിക്കിടക്കുന്ന
ഒത്തിരി പേരുടെ അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട്. നല്ല വിദ്യാഭ്യാസമുള്ളവർ, കഴിവുള്ളവർ, സ്തോത്രം, നല്ല കുടുംബശ്രേഷ്ഠതയുള്ളവർ. പലരും പറയാറുണ്ട്, എൻ്റെ കുഞ്ഞിന് 26 വയസ്സായി, 29 വയസ്സായി, 31 വയസ്സായി, 35 വയസ്സായി, വിവാഹം നടക്കുന്നില്ല. ചിലർ പറയും, ഞങ്ങളുടെ മോൻ കല്യാണം കഴിച്ചിട്ട് 15 വർഷമായി, തലമുറ ലഭിക്കുന്നില്ല. ഞാൻ കർത്താവിന് സ്തോത്രം, ഇന്നുവരെയും എൻ്റെ ബിസിനസ്സിന് അഭിവൃദ്ധി ഉണ്ടായിട്ടില്ല. എവിടോ ഒരു കുരുക്ക് കിടപ്പുണ്ട്. കർത്താവിൻ്റെ ആത്മാവ് പറയുക, നിന്നെ ശത്രു ഇട്ടിരിക്കുന്ന കുഴിക്കകത്തു നിന്ന് തമ്പുരാൻ ദിവസങ്ങളിൽ പുറത്തെടുക്കും. എത്ര പേര് അതിന് ആമയും പറയാൻ പറ്റും? എനിക്ക് ദൈവാത്മാവിലെ കാലപ്പഴക്കം ചെന്ന കുരുക്കുകളെ ആരഴിച്ചു പുറത്തെടുക്കുമെന്നാണ് പ്രവാചകൻ ചോദിക്കുന്നത്. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പ്രാർത്ഥനയോടെ ഇരുന്നാൽ ഇന്നത്തെ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എഴുതിയിട്ടോ, പല കുരുക്കുകളും അഴിയും. ഞാനിപ്പോൾ ഈ ദൂത് ഇന്ന് എടുക്കുവാൻ കാരണം പറയാം. സ്തോത്രം. ഞാൻ കുറേ നാൾ കൊണ്ട് എൻ്റെ ഒരു സ്നേഹിതൻ കാനഡയിലുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. നിങ്ങൾ ഓർക്കുന്ന തരത്തിൽ അദ്ദേഹം ഒരു ദിവസം നമ്മുടെ വെനസ്ഡേ മീറ്റിങ്ങിൽ വന്ന് താനും ഭാര്യയും കുഞ്ഞും കൂടെ സാക്ഷി പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. സ്തോത്രം. അവർക്ക് ഒരു വലിയ കുരുക്ക് അവരുടെ ജീവിതത്തിൽ വന്നു. സ്തോത്രം. ആ കുരുക്കിൻ്റെ വിഷയത്തോട് ബന്ധപ്പെട്ട് അവർ കോർട്ടിൽ കഴിഞ്ഞ ദിവസം പോകുമായിരുന്നു. അപ്പോൾ സ്തോത്രം, രാവിലെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കർത്താവ് ഈ വചനം തന്നു. ഞാൻ ആ വചനം ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, അത് നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനും വിടുതലാകും. ഇന്ന് വെള്ളിയാഴ്ചത്തെ ദൂത് മാറിക്കണമെന്ന് പറഞ്ഞു. സ്തോത്രം. പക്ഷേ ആ വചനം വെച്ച് പ്രാർത്ഥിച്ചു. വൈകിട്ട് അത്ഭുത വാർത്ത അറിഞ്ഞു. തന്നെ കുരുക്കാൻ ശ്രമിച്ചവൻ പരാജയപ്പെട്ടു. തന്നെ കോർട്ട് വെറുതെ വിട്ടു. ഞാൻ എന്തിനാ ഇതൊക്കെ പറഞ്ഞു വരുന്നതെന്നറിയാമോ? 2 കാഴ്ചകൾ ദൈവം കാണുകയാ. നിന്റെ അഭിഷേകത്തെ കുരുക്കാൻ, നിന്റെ ദൈവകൃപയെ കുരുക്കാൻ, നിന്റെ സമ്പത്തിനെ കുരുക്കാൻ ശത്രു നിഗൂഢ പദ്ധതികളുമായി വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന നീ പറയണം, നിന്റെ പ്രാർത്ഥന വരത്തിന് മുമ്പിൽ കുരുക്കുകൾ അഴിഞ്ഞു പോകും. ഓ ഗ്ലോറി ടു ഗോഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന 1-2 സംഭവങ്ങളെ മുമ്പിലോട്ടെടുത്ത്, ആ വാക്യങ്ങൾ എല്ലാം ഒന്നും പ്രസംഗിക്കത്തില്ല, എന്നാൽ ചില വാക്യങ്ങൾ നിങ്ങളുടെ മനസ്സിലോട്ടൊന്ന് കൊണ്ടുവരണം. ഒന്നാമത്തെ കാഴ്ച, സ്തോത്രം, ഒരു കാരണവുമില്ലാതെ നിന്നെ കുരുക്കാൻ ചിലർ ശ്രമിക്കുന്നു. നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ വളരെ പരിചിതമായൊരു വാക്യമാണ് ഇന്ന് നിങ്ങളോട് ആദ്യം പറയാനായിട്ട് എന്നോട് പരിശുദ്ധാത്മാ പറയുന്നത്. 16-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. അത് നിങ്ങൾക്ക് ഒത്തിരി പ്രാവശ്യം കേട്ട പരിചയമുള്ള വചനമാണ്. ആ വചനത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് ദൂത് തുടങ്ങാൻ പോകുന്നത്. അങ്ങനെ ദലീല ശിംശോനോട്, നിന്റെ മഹാശക്തി ഏതിലാകുന്നു? ഏതിനാൽ നിന്നെ ബന്ധിച്ചൊതുക്കാം? എനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. ഇവിടെ ഒരു സ്ത്രീ രംഗത്ത് വരികയാണ്. അവിടെ പേര് ദലീല എന്നാണ്. അഭിഷേകം ചുമന്നുകൊണ്ട് ഫെലിസ്ത്യർക്ക് പേടി സ്വപ്നമായ ശിംശോൻ എന്ന ദൈവമനുഷ്യൻ്റെ അടുക്കൽ വന്നിട്ട് ഈ സ്ത്രീ ചോദിക്കുക, നിന്റെ മഹാശക്തിയുടെ ഉറവിടം എവിടാ? ഏതിനാൽ നിന്നെ എനിക്ക് ബന്ധിച്ചൊതുക്കാം? ഞാൻ വചനം അറിയാവുന്നവരോട് ചോദിക്കട്ടെ, ഈ ബന്ധനവുമായിട്ട് സത്യത്തിൽ ഈ സ്ത്രീക്ക് ദൈവത്തിന് സ്തോത്രം വല്ല കണക്ഷനും ഉണ്ടോ? ഇല്ല. എന്നാൽ ഇവളെ ഒരു കൂട്ടർ കരുവാക്കുകയാണ്. എന്താ? ഫെലിസ്ത്യരെന്ന് പറയുന്ന ദുഷ്ട മനുഷ്യര് ശിംശോനെ പേടി സ്വപ്നമായതുകൊണ്ട് അവനെ ഒതുക്കേണ്ടതിന് ഒരാളെ കയ്യിലെടുക്കുക. ദൈവത്തിന് സ്തോത്രം. ഞാനിവിടെ നിന്നോണ്ട് ഒരു ആത്മീക ദൂത് പറയാം. ചിലരെ ഒതുക്കാൻ, ചിലരെ കയ്യിലെടുക്കുന്ന ശത്രുവിൻ്റെ തന്ത്രം പലരുടെയും ജീവിതത്തിലുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർത്തണം, അഭിഷേകം ചുമക്കുന്ന നിന്നെ ഒതുക്കാൻ ശ്രമിച്ചാൽ നീ ഒതുങ്ങരുത്, അവൻ്റെ കുരുക്കിൽ ചെന്ന് കയറരുത്. നിനക്കതിൽ നിന്ന് വിടുതൽ വേണം. ഞാൻ ആ ഭാഗം പറഞ്ഞ ആ വിടുവാണ്. ദൈവത്തിന് സ്തോത്രം. കാരണം അവിടെ അല്ല നിൽക്കേണ്ടത്, നിൽക്കേണ്ട ഭാഗത്തോട്ട് കൊണ്ടുപോകാം. നിങ്ങൾ ശ്രദ്ധിക്കണം, ശിംശോൻ്റെ ചരിത്രം നിങ്ങൾ പഠിച്ചാൽ അസാധാരണ അഭിഷേകത്തിന് അവൻ ഉടമയായിരുന്നു. ഇപ്പം ഞാൻ അഭിഷക്തന്മാരോടും അഭിഷേകം ചുമക്കുന്നവരോടും പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചവരോടൊക്കെ ഒരു ദൂത് പറയാം. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. നിന്റെ അഭിഷേകത്തെ ബന്ധിക്കാനാണ് പലരുടെ നോട്ടം. സ്തോത്രം. പക്ഷെ ബന്ധിക്കപ്പെട്ടു പോകരുത്. ശിംശോന് പറ്റിയതും നിനക്ക് പറ്റരുതെന്നൊരു ദൂതൂടെ ഇതിനകത്ത് പറയുക. പൗലോസ് ഗലാത്യ സഭയോട് പറയുമ്പോൾ ഒരു ദൂത്, നിങ്ങൾക്കറിയാവുന്നൊരു ദൂത് പറയുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി.
എന്നിട്ട് ദൈവം തന്ന സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിന്നോണം. അതിൻ്റെ കാരണം എന്താണ്? അടിമനുഖം നിന്നെ പിന്നെയും കുടുക്കാൻ നോക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഏതിൽ നിന്ന് നീ വിടുവിക്കപ്പെട്ടോ അത് പിന്നെയും നിന്നെ ബന്ധിക്കാൻ നോക്കുന്നുണ്ട്. ഞാനൊരു ദൂത് പറയാം. പല മാർഗങ്ങൾ വിട്ടിട്ട് യേശുവിനെ സേവിക്കാൻ ഇറങ്ങിയവളാ നമ്മളെ ഒരിക്കൽ കർത്താവ് വിടുവിച്ചു. ആ വിടുതലിൽ നിത്യത വരെ നിലനിൽക്കണം. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? നിലനിന്നില്ലെങ്കിൽ നിന്നെ ഒതുക്കാൻ നോക്കുന്ന ശക്തികളുണ്ട്. എന്നോട് ദൈവത്തിൻ്റെ ആത്മാ പറയുക, കാലങ്ങളായി ഒതുങ്ങിക്കിടക്കുന്ന ചിലതിനെ വിടുവിക്കാൻ ദൈവത്തിന് പ്ലാനാണ്. ഒരു ശബ്ദം കേൾക്കുന്നു, ആർ വിടുവിക്കും? ഓ ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ എന്തൊക്കെയോ നിയോഗങ്ങൾ നിന്റെ കുടുംബത്തിൽ ഉണ്ടാകാൻ പോകുകയാ. നിന്റെ സന്തതികളുടെ വിടുതൽ കാണാനുള്ള മഹാഭാഗ്യം ചില പേരൻസിനുണ്ടാകാൻ പോവുക. നിന്റെ വസ്തുക്കളുടെ വിടുതൽ നടക്കുവാനുള്ള സമയം അടുത്തു. നിന്റെ സന്തതിയുടെ യാത്രകൾ ഒരുങ്ങപ്പെടാനുള്ള സമയം അടുത്തു. ആർ വിടുവിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ പ്രാർത്ഥനാപരമുള്ള ചിലരിപ്പുണ്ട്. അവരെ കൊണ്ട് തമ്പുരാൻ. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാനൊരു പ്രവചനദൂതി വചനത്തെ മുൻനിർത്തിക്കൊണ്ട് പറയാം, വിടുതലില്ല, വിടുതലില്ലെന്ന്. 100 വട്ടം നീ പറഞ്ഞ വിഷയത്തിന് വിടുതൽ ഉണ്ടെന്ന് ആത്മാവ് പറയും. ഓ, മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. നിന്നെ എങ്ങനെ കുരുക്കിയോ ആ കുരുക്കിയ കുരുക്കഴിക്കാൻ ദൈവത്തിന് കഴിയും. അതിന് വേണ്ടത് പ്രയറാണ്, പ്രാർത്ഥനയാണ്. എനിക്ക് ദൈവാത്മാവ് ദൂത് തരികയാണ്. നിന്നെ ഏതു കുഴിക്കകത്ത് ഒതുക്കിയോ ആ കുഴിക്കകത്ത് നിന്ന് എൻ്റെ ദൈവം നിന്നെ ഉദ്ധരിക്കാൻ ശക്തനാണ്. നമുക്ക് അല്പം കൂടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ശിംശോന്റെ കാര്യം ഞാൻ വിടുക. ദൈവത്തിന് സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നത് ആ ദൈവ മനുഷ്യനെ കുറിച്ച് 16-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ നമുക്ക് വായിക്കാം. അങ്ങനെ ദലീല ശിംശോനോട്, നിന്റെ മഹാശക്തി ഏതിലാകുന്നു? ഏതിനാൽ നിന്നെ ബന്ധിച്ചൊതുക്കാം? എനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. ചിലരുടെ മുഖത്ത് നോക്കി പറയാറുണ്ട്, നിന്നെ ജീവിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല, നിന്നെ ഞാൻ ബന്ധിക്കും. കുറച്ച് ദിവസം മുമ്പ് ഒരു ഫാമിലി എന്നെ കാണാൻ വന്നത് ഞാൻ ഇന്നത്തെ പോലെ ഓർക്കുക. അവരുടെ കുഞ്ഞ് മെഡിസിന് പഠിക്കുക. ലാസ്റ്റ് എക്സാമിന് മുമ്പ് അപ്പുറത്തെ വീട്ടുകാരുമായിട്ട് തർക്കമുണ്ടായപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ആ വീട്ടുകാരൻ ഈ മനുഷ്യൻ്റെ മുഖത്ത് നോക്കി പറയുക, നിന്റെ മകൾ ഡോക്ടറാകുന്നത് എനിക്കൊന്ന് കാണണം. ശ്രദ്ധിച്ചു കേൾക്കണം. ഹല്ലേലൂയ. ആ കുഞ്ഞ് എക്സാം ഹോളിലോട്ട് പ്രവേശിക്കുമ്പോൾ ഒരു തലവേദന ഉണ്ടായി. അന്നൊട്ട് മാനസിക തലം തകർക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. അവൾക്ക് ആ എക്സാം എഴുതാൻ കഴിഞ്ഞില്ല. എന്നാൽ അവളൊരു പ്രയറിൽ ചെന്നിരിക്കുമ്പോൾ, 3.5 വർഷം എക്സാം എഴുതാതെ ഒരു പ്രയറിൽ ചെന്നിരിക്കുമ്പം ഒരു ദൈവദാസൻ അവിടെ അടുക്കൽ വന്നു പറഞ്ഞു, 3.5 വർഷം മുമ്പ് നിന്നെ ബന്ധിച്ച ബന്ധനം ഇന്ന് യഹോവയെ അഴിക്കാൻ പോവാന്ന് പറഞ്ഞു. ഓ ഗ്ലോറി ടു ഗോഡ്. വീണ്ടും അവളത് പഠിച്ചു, പാസ്സായി, ഇന്ന് ഡോക്ടറായി ജോലി ചെയ്യുക. ഞാൻ എന്തിനാ ഈ ദൂത് നിന്നോട് പറഞ്ഞ്? കുരുങ്ങാനൊരു കാലമുണ്ടെങ്കിൽ കുരുക്കഴിക്കാനൊരു കാലമുണ്ട്. എന്നോട് ഹോളി സ്പിരിറ്റ് പറയുന്നൊരു ദൂത് പറയാം. ഒരിക്കലും നീ രക്ഷപ്പെടാതെ വണ്ണം ആരെങ്കിലും നിന്നെ ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് നടുവിൽ ആർ നിന്നെ വിടുവിക്കും? വിടുവിക്കുന്നവന്റെ കരം സിയോനിൽ നിന്ന് വെളിപ്പെട്ടു വരട്ടെ. ചില വീടുകളുടെ നിന്ന മാറാൻ സമയമായിരിക്കുന്നു. ചിലര് നിന്നെ ബന്ധിച്ചിട്ടിരിക്കുക, നിന്റെ മഹാശക്തിയെ ബന്ധിച്ചിട്ടിരിക്കുക, നിന്റെ പ്രാർത്ഥനയെ ബന്ധിച്ചിട്ടിരിക്കുക. പ്രവാചകൻ ചോദിക്കും, ആർ വിടുവിക്കും? ശ്രദ്ധിച്ചു കേട്ടെ. നമ്മളവിടെ ചരിത്രം പഠിക്കുമ്പോൾ ശിംശോൻ ആ ബന്ധനത്തിൽ കുരുങ്ങി. ഒരു ഭക്തൻ മരിക്കേണ്ട പോലെ മരിക്കേണ്ട മനുഷ്യൻ ജാതീയ വിഗ്രഹങ്ങൾ കുടിയിരിക്കുന്ന സ്ഥലത്ത് വച്ച് തൻ്റെ ജീവിതം അവസാനിക്കേണ്ടി വന്നു. എന്നാൽ അതേപോലെ പ്രാർത്ഥിക്കുന്ന മൊർദെഖായിയെ കുരുക്കാൻ നോക്കി. സ്തോത്രം. അവിടെ വന്നപ്പോഴായി കുരുക്കാൻ വന്നവൻ്റെ കളി മാറി. കുരുക്കാനുള്ള പദ്ധതിയെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് വന്നു. സ്തോത്രം. പക്ഷെ മൊർദെഖായി കുരുങ്ങിയില്ല, കുരുക്കാൻ വന്നവൻ കുരുങ്ങി. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോടൊരു ദൂത് പറയുക. ചിലരെ കുരുക്കി ഇല്ലായ്മപ്പെടുത്തിയെങ്കിൽ
ചിലരെ കുരുക്കാൻ വന്നാൽ കുരുക്കാൻ പറ്റുകയില്ല. കാരണം കുരുങ്ങുന്നതിന് മുമ്പ് അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങും. എനിക്കെന്തോ ദൈവാത്മാവ് ഒരു ദൂത് പറയാം, സാഹചര്യങ്ങളെ മാറ്റുന്നൊരു ദൈവപ്രവൃത്തി ഉടനെ ഉണ്ട്. നിന്റെ കൂടാരത്തിനകത്ത് നിനക്കറിയാം നിന്റെ എതിരാളി ശക്തനാണ്, പക്ഷെ നീ സേവിക്കുന്നവൻ സർവശക്തനാണ്. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. എനിക്കെന്തോ ഒരു ബോധ്യം കർത്താവ് തരിക. ഈ ദിവസങ്ങളിൽ ആരുടെയൊക്കെയോ ജീവിതത്തിൽ വീണ് കിടക്കുന്ന ചില കുരുക്കുകൾ കുരുക്കിയവന് കുരുക്കായി മാറാൻ പോവാ, നിനക്കത് വിടുതലായി മാറാൻ പോവാ. അതാ ഇന്നത്തെ വചന വെളിപ്പാട്. ഈ ഫ്രൈഡേ മീറ്റിംഗ് നടക്കുമ്പോൾ നിന്നെ കുരുക്കാൻ കെണി വെച്ചവൻ കുരുങ്ങി മാറുമ്പോൾ നിനക്ക് പദവികൾ തന്ന് ഇരിപ്പിടങ്ങൾ തന്ന് അല്പം കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ഭയങ്കര കാര്യങ്ങൾ ഇന്നത്തെ പ്രാർത്ഥനയ്ക്കകത്ത് നടക്കും. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് തൊട്ട് പറയുക. സ്തോത്രം. നമുക്ക് ഒരു വാക്യം കൂടെ ഇതിനകത്ത് നമുക്ക് വായിച്ച് കേൾക്കണം. എസ്തേറിൻ്റെ പുസ്തകം. അവിടെ എങ്ങും ഞാൻ നിൽക്കത്തില്ല, അവിടെ ഒന്നുമല്ല ദൂത്. ഇതെന്തുവാണെന്നൊന്ന് പറയാൻ വേണ്ടിയാണ് ഈ വാക്യങ്ങളൊക്കെ എടുക്കുന്നത്. എസ്തേറിൻ്റെ കഥ പറഞ്ഞാൽ, ചരിത്രം പറഞ്ഞുകൊണ്ട് പോയാൽ ഇന്ന് രാത്രി 8 മണി വരെ പ്രസംഗിക്കാനുള്ള ദൂതുണ്ട്. പക്ഷേ അവിടെയല്ല ഇന്നത്തെ സന്ദേശം. 6-ാം അധ്യായം എടുത്ത് എസ്തേറിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വചനം നമുക്കൊന്ന് വായിക്കാം. 13-ാമത്തെ വചനം. തനിക്ക് സംഭവിച്ചതൊക്കെയും ഹാമാൻ ഭാര്യയായ സേരസിനോട്. ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ആ പദം എൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് സ്പർശിക്കുക. ചരിത്രം ഞാനൊന്നും പ്രസംഗിക്കുന്നില്ല. ഒരു കാരണവും ഇല്ലാതെ ഒരെതിരെ പ്രാർത്ഥിക്കുന്ന മൊർദെഖായിക്ക് നേരെ ഹാമാൻ ഉണ്ടാക്കുക ഒരു കാരണവും ഇല്ല. ഉണ്ടോ? ഒരു കാരണവുമില്ല. ഒരു എതിരുണ്ടാകാൻ ഒരു കാരണവും വേണ്ട. ഒരു കാരണവും വേണ്ട. ഒരു കാരണവും വേണ്ട. കഴിഞ്ഞ ദിവസം ഒരു ഫാമിലി പ്രോബ്ലം ഞാനിങ്ങനെ സംസാരിച്ചും പ്രാർത്ഥിച്ചും വന്നപ്പോൾ അവർ തമ്മിൽ പിരിയുന്നതിന് ഒരു കാരണവുമില്ല. ഉണ്ടായ കാരണം ബന്ധുക്കൾ തമ്മിലൊരു ഫംഗ്ഷന് കൂടിയപ്പം ആ കുടുംബം 2 കുടുംബങ്ങൾ തമ്മിൽ ചേർന്നപ്പം ഒരാളുടെ ഇടപെടൽ ശരിയായില്ലെന്ന് പറഞ്ഞാണ് അതേ തുടങ്ങിയ പ്രശ്നം ആ കുടുംബ ബന്ധം പിരിച്ച്. അപ്പോൾ ഒരു കാരണവുമില്ല. ഹാമാൻ ഇറങ്ങി വന്നപ്പം മൊർദെഖായി എന്ത് ചെയ്തില്ല? എഴുന്നേറ്റില്ല. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. പക്ഷെ പുള്ളിയുടെ അകത്തത് ഭയങ്കര ഫീലിംഗ് ആയി. ഈ കുറച്ച് ഫീലിംഗ് ഒക്കെ മാറ്റുന്നത് നല്ലതാ. ഈ ഫീലിംഗ് വല്ലാത്ത പ്രശ്നം ഉണ്ടാക്കും. സ്തോത്രം. കുറച്ച് ഫീലിംഗ് ഒക്കെ അങ്ങ് വിട്. ഈ ഫീലിംഗ് അല്ലേ പുലിവാല് മൊത്തം ഉണ്ടാക്കിച്ചേ. ശ്രദ്ധിച്ചേ. അവൻ അന്നേരം തീരുമാനിക്കുക, ഈ വംശത്തെ വംശത്തിന്റെ ശക്തി അറിഞ്ഞു വേണം കളിക്കാൻ. ഇതിനെ മുഴുവൻ ഇല്ലായ്മപ്പെടുത്തുക. വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യയെ സപ്പോർട്ട് ചെയ്തു, വെച്ചാൽ തീർത്തേക്കാൻ പറഞ്ഞു. പക്ഷെ കുരുക്കാൻ ഇറങ്ങിയപ്പോഴാ മനസ്സിലായത്. സ്തോത്രം, സ്തോത്രം. പണ്ട് ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ഈ ആറ്റിൽ വെള്ളം പൊങ്ങിയ സമയത്ത് പണ്ടൊക്കെ ഈ ആൾക്കാരെല്ലാം വെള്ളപ്പൊക്ക സമയമാകുമ്പം ഈ കറുത്ത കമ്പിളി നൂർത്തിട്ടിട്ട് വിലപ്പെട്ട ആഭരണങ്ങളെല്ലാം ഈ കമ്പിളിക്കകത്തിട്ട്, അന്ന് ഈ ഗോദരേജിൻ്റെ അലമാരി ഒന്നുമില്ല, കയറിന് കെട്ടി വീടിൻ്റെ ഉത്തരത്തെ തൂക്കിയിടും. കാര്യം വെള്ളം അവിടെ വരെ കയറിയാൽ അതവിടെ സേഫായിരിക്കും. എന്നിട്ട് വരെയും പൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താ, ഓല എടുത്ത് വെക്കുമല്ലയോ. എന്നിട്ട് പോവും. വെള്ളപ്പൊക്ക സമയത്ത് വീടിങ്ങനെ പോകുമ്പം ഈ ഒഴുക്കിപ്പെടുമ്പോൾ ഈ കരിമ്പടക്കെട്ടും പോവും. അതിനകത്ത് സ്വർണമൊക്കെ കാണും. അപ്പം ഈ ആറ്റുപറ്റത്ത് നിന്ന് ഇതിങ്ങനെ പിടിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ അവർ ജീവിക്കുന്നത്. 1 വർഷം 4 കെട്ട് കിട്ടിയാൽ മതി, അവരുടെ കാര്യം സുഭിക്ഷമാണ്. അപ്പോൾ ഒരുത്തൻ ഇങ്ങനെ ഈ കെട്ടൊടുക്കി വരുന്നവനോട് ഓടിച്ചെന്ന് കയറി പിടിച്ചപ്പോൾ ഇവനെയും കൊണ്ട് ഇങ്ങോട്ട് പോരേണ്ടതാ. പക്ഷേ ഇവനെയും കൊണ്ട് ഈ വെള്ളത്തിലോട്ട് പോവുക. അപ്പൊ കരയ്ക്ക് നിന്നവർ പറഞ്ഞു വിട്ടേച്ച് പോരാൻ പറഞ്ഞു. അപ്പൊ വെള്ളത്തിൽ നിന്നവൻ പറഞ്ഞു, ഞാൻ വിട്ടിട്ട് എന്നെ വിടുന്നില്ല. ഈ കരിമ്പട വാന്ന് വിചാരിച്ച് കയറി പിടിച്ചത് കരടിയാ.
നിങ്ങൾ ശ്രദ്ധിക്കണം. കരടി കൊണ്ടങ്ങ് പോയി, പിന്നെ അവൻ ആയുസ്സിൽ കര കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം, ചിലതിനൊരു കുഴപ്പമുണ്ട്. ആവശ്യമില്ലാതെ കയറി പിടിച്ചാൽ പിന്നെ പിടിവിടുകയില്ല. ഈ ഹാമാൻ അങ്ങ് പെട്ടുപോയി. ഞാനൊരു ദൂതൂടെ പറയാം, സ്തോത്രം. നിനക്കെതിരെ പോലാണ് ഇറങ്ങിയ ചിലതൊക്കെ ഈ ദിവസങ്ങളിൽ പെട്ടുപോകും. യേശുവിൻ്റെ നാമത്തിൽ. പിന്നെ അവര് പറയും വേണ്ടായിരുന്നെന്ന് പറയും. അതിന്റെ കാരണം നിന്റെ മേൽ വ്യാപരിക്കുന്ന പ്രാർത്ഥനാ വരം, നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലാക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയാം, ഒരു കാരണവുമില്ലാതെ ഈ പ്രാർത്ഥിക്കുന്ന മൊർദെഖായിയെ കുരുക്കാൻ തീരുമാനിച്ചു. സ്തോത്രം. ഈ ഒരു പരിധി വരെ ശത്രുവിന് തോന്നും ശത്രു ജയിച്ചെന്ന്. പക്ഷെ പ്രാർത്ഥിക്കുന്നവൻ അപ്പോഴും പറയും, സ്തോത്രം, ശത്രുവെ നിന്റെ ജയം ജയമല്ല, എൻ്റെ ജയമാണ് ജയം. എത്ര പേര് അതിന് ആമീൻ പറയാൻ പറ്റും? എത്ര പേര് അതിന് ആമീൻ പറയാൻ പറ്റും? ഞാനിന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി വന്നിട്ട് മൊർദെഖായിയെ തൂക്കാനുള്ള എല്ലാ പദ്ധതി അടുത്ത് വന്ന ആ രാത്രി കാര്യം തിരിഞ്ഞു. ഞാനൊരു കാര്യം പറയാം, നിന്റെ ലൈഫിലെ കാര്യങ്ങൾ തിരിയാൻ ഒത്തിരി ദിവസം വേണ്ട, ഒറ്റ രാത്രി മതി, ഒരേ ഒരു രാത്രി. ഗ്ലോറി ടു. ബൈബിളിലുണ്ട്, രാജാക്കന്മാരുടെ ഉള്ളം എൻ്റെ ദൈവത്തിൻ്റെ കയ്യിൽ നീർത്തോട് കണക്കെ ഇരിക്കുന്നു, ഇഷ്ടമുള്ളിടത്തേക്ക് അവൻ അതിനെ തിരിക്കും. ഇന്ന് ഈ വചനം കേൾക്കുന്നതിനോട് പറയാം, നീ വിചാരിച്ച അന്തരീക്ഷമെല്ലാം മാറാൻ പോവാ. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പ്രാർത്ഥനയോടെ ഇരിക്കണം. കർത്താവ് ഭയങ്കര കാര്യങ്ങൾ ചെയ്യാൻ പോവാ. ആ സംഭവിച്ചതെല്ലാം കൂടെ സ്തോത്രം നമുക്ക് വായിക്കാം. 6:13. തനിക്ക് സംഭവിച്ചതൊക്കെയും ഹാമാൻ ഭാര്യയായ സേരസിനോടും തന്റെ സകല സ്നേഹിതന്മാരോടും വിവരിച്ചു പറഞ്ഞു. അവന്റെ വിദ്വാൻമാരും അവന്റെ ഭാര്യ സേരസും അവനോട്, മൊർദെഖായിയുടെ മുൻപിൽ നീ വീഴുവാൻ തുടങ്ങി. അവൻ യഹൂദാ വംശക്കാരനാകുന്നെങ്കിൽ നീ അവനെ ജയിക്കയില്ല, അവനോട് തോറ്റുപോകുകയുള്ളെന്ന് പറഞ്ഞു. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ഇത്രയും ദിവസം വീട്ടുകാർ സപ്പോർട്ടായിരുന്നു. നടന്ന കാര്യമെല്ലാം വന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഹാമാനെ നീ ജയിക്കുകയല്ല, നീ തോക്കും. കാരണം അവൻ യഹൂദനാ, അവനോട് നീ യുദ്ധം ചെയ്യാൻ പോയാൽ നീ തോക്കും. അപ്പം ഞാൻ ബൈബിളിൽ ഒരു കാര്യം പറഞ്ഞ് അവിടവും വിടുക. ശിംശോനെ കുരുക്കാൻ നോക്കിയപ്പം ശിംശോൻ കുരുങ്ങി. പക്ഷേ മൊർദെഖായിയെ കുരുക്കാൻ നോക്കിയപ്പം മൊർദെഖായി കുരുങ്ങിയില്ല, കുരുക്കാൻ നോക്കിയവൻ കുരുങ്ങി. ഈ ദിവസങ്ങൾ ഒരു പ്രവചന ദൂതൂടെ പറയാം, ഇപ്പോൾ നീ അനുഭവിക്കുന്ന അന്തരീക്ഷം ഉടനെ മറിയും. നിന്നെ ആര് കുരുക്കാൻ തീരുമാനിച്ചോ അവനെ കുരുക്കാൻ തമ്പുരാൻ തീരുമാനിച്ചിരിക്കുക. ഓ ഹല്ലേലൂയ. ചോദ്യം, ആർ വിടുവിക്കുമെന്നാ ചോദ്യം. ഇതിനകത്തിരിക്കുന്ന ചിലരെ തമ്പുരാൻ ഈ ദിവസങ്ങൾ എഴുന്നേൽപ്പിക്കാൻ പോവാ. നിന്നെ വിടുവിക്കാൻ സമയമായി. ബൈബിൾ ഒരു വാക്യമുണ്ട്, മാൻ നായാട്ടുകാരൻ്റെ കയ്യിൽ നിന്നും പക്ഷി വേട്ടക്കാരൻ്റെ കയ്യിൽ നിന്നും എന്ന പോലെ നീ നിന്നെ തന്നെ വിടുവിക്ക. ഈ ദിവസങ്ങളിൽ ആരാധിക്കുന്ന ചിലരോട് പറയാം, ഒരിക്കലും പ്രാർത്ഥിക്കാത്ത പോലെ ഈ ദിവസങ്ങളിൽ നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. ഒരിക്കലും അനുഭവിക്കാത്ത ഒരു അഭിഷേകം ഈ ദിവസങ്ങളിൽ നീ അനുഭവിക്കും. ഒരിക്കലും പ്രാപിക്കാത്തൊരു കൃപ ഈ ദിവസങ്ങളിൽ നീ വ്യക്തിപരമായി പ്രാപിക്കും. ഒരു പാസ്റ്ററും വേണ്ട, ഒരു പ്രവാചനം വേണ്ട, നീ നിന്നെ തന്നെ. എസ്തേറിന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വചനം നമുക്കൊന്ന് വായിക്കാം. 13-ാമത്തെ വചനം. തനിക്ക് സംഭവിച്ചതൊക്കെയും ഹാമാൻ ഭാര്യയായ സേരസ്. ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ആ പദം എൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് സ്പർശിക്കുക. ചരിത്രം ഞാനൊന്നും പ്രസംഗിക്കുന്നില്ല. ഒരു കാരണവും ഇല്ലാതെ ഒരെതിരെ പ്രാർത്ഥിക്കുന്ന മൊർദെഖായിക്ക് നേരെ ഹാമാൻ ഉണ്ടാക്കുക ഒരു കാരണവും ഇല്ല. ഉണ്ടോ? ഒരു കാരണവുമില്ല. ഞാൻ ഒരിക്കലും ഇത് വിഷയത്തിന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പം ദൈവം എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് നിന്റെ പ്രാർത്ഥന കൊണ്ട് തന്നെ വിടുതലാകാൻ പോവാ. ഒരാമയും പറഞ്ഞു തുടങ്ങണം.
ഞാനിന്ന് വചനം കേൾക്കുന്ന ചിലരോട് ആത്മാവിലൊരു ദൂത് പറയാം. സ്തോത്രം. ഇതുവരെ നടക്കാത്ത ചില കാര്യം ഇന്നത്തെ പ്രാർത്ഥനയിൽ നടക്കണം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആ വാക്യം മറക്കരുത്. മാൻ നായാട്ടുകാരൻ്റെ കയ്യിൽ നിന്നും പക്ഷി വേട്ടക്കാരൻ്റെ കയ്യിൽ നിന്നും എന്ന പോലെ ജീസസ് നീ വിടുവിക്കപ്പെടാൻ പോകുകയാ. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ അസാധാരണമായ ഒരു ദൈവശക്തി ശിംശോനെ നിന്റെ മേൽ അഭിഷേകം വരുമ്പം നിന്റെ കയ്യിൽ കെട്ടിയ കയറ് ചണന്നു. ഞാൻ ആത്മാവിലൊരു ശബ്ദം കേൾക്കുന്നു. ചിലർ ചോദിക്കുന്നൊരു ചോദ്യം, എനിക്ക് വിടുതൽ കിട്ടുമോ? കർത്താവിൻ്റെ ആത്മാവ് നിന്റെ തോളിൽ തട്ടി സംസാരിക്കുക. അതിൻ്റെ ദിനങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. അല്പ ദിവസത്തിനകത്ത് എങ്ങനാ വിടുതൽ എന്ന് ഞാൻ വെളിപ്പെടുത്തി തരാം. സദൃശവാക്യത്തിൽ ആ വാക്യം കിടപ്പുണ്ട്. മാൻ നായാട്ടുകാരൻ്റെ കയ്യിൽ നിന്നും പക്ഷി വേട്ടക്കാരൻ്റെ കയ്യിൽ നിന്നും എന്ന പോലെ. ആ വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കാമോ? മാൻ നായാട്ടുകാരൻ പറയാമോ? സദൃശവാക്യം 6:5. സദൃശവാക്യം 6-ാം അധ്യായം 5-ാം വാക്യം. ഞാനൊരു വെളിപ്പാട് പറയാം. ഞാനിവിടെ ദൂതിന് കയറിയപ്പോൾ ഈ വാക്യം അഗ്നി നിറത്തിൽ എൻ്റെ മുമ്പിൽ വന്നു നിൽക്കുക. ഞാനൊരു വെളിപ്പാട് പറയാം. ഈ ദിവസങ്ങളിൽ വേറെ ആരും നിന്റെ മേൽ കൈവെക്കണ്ട. നീ നിന്നെ തന്നെ വിടുവിക്കാൻ പോകുകയാ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിന്റെ പ്രാർത്ഥന അന്തരീക്ഷം മാറും. നിന്റെ ആരാധന അന്തരീക്ഷം മാറും. യേശുവിന്റെ നാമത്തില് നിന്നെ കൊണ്ട് തന്നെ ചിലതിനെ വിടുവിക്കാൻ. ആ വാക്യം ഒന്ന് വായിച്ചു കേട്ടെ. ആ വാക്യം സ്ക്രീനിൽ ഒന്ന് കാണിച്ചു കൊടുക്കാവോ? മാൻ നായാട്ടുകാരന്റെ കയ്യിൽ നിന്നും പക്ഷി വേട്ടക്കാരന്റെ കയ്യിൽ നിന്നും എന്ന പോലെ നീ നിന്നെ തന്നെ വിടുവിക്കാം. നീ നിന്നെ തന്നെ അടുത്തിരിക്കുന്ന ആളെ നോക്കി, നീ നിന്നെ തന്നെ വിടുവിക്കാൻ പറ. ഞാനൊരു കാര്യം പറയാം. ഒരിക്കൽ എനിക്ക് വലിയ ഫൈനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടായി. വലിയ കടബാധ്യത. കടം ഭയങ്കരമായിട്ട് കയറിയപ്പോ ഞാൻ എൻ്റെ കുറെ വസ്തു എഴുതി വിറ്റ് കടം വീട്ടി. കുറച്ച് പൈസ ബാങ്കിൽ വിട്ടു. ബാങ്കിലിട്ട പൈസ പെട്ടെന്ന് ഓരോ ആവശ്യങ്ങൾക്ക് എടുക്കേണ്ടി വന്നു. വീണ്ടും കടം കയറാൻ തുടങ്ങി. കടത്തിന്റെ പ്രത്യേക കടം ഹൈ ജമ്പ് ചാടിക്കളയും. 1 ലക്ഷം രൂപ കടമുണ്ട്. പിറ്റേ വർഷം എത്തുമ്പോൾ അത് 5 ലക്ഷം ആവും. പിറ്റേ വർഷം 15 ലക്ഷം ആവും. പിന്നെ വർഷം 50 ലക്ഷം ആവും. പിന്നെ വർഷം 1 കോടി ആവും. കണ്ണടച്ച് തുറക്കുമ്പോഴാണ് കടം കയറും. അങ്ങനെ കടബാധ്യത കുറച്ച് എനിക്ക് കയറി. ഇപ്പൊ ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുക, കർത്താവ് എങ്ങനെ ഇതിനൊരു വിടുതൽ കിട്ടും? അന്നേരം ദൈവം എന്നോട് സംസാരിച്ച വചന, നീ നിന്നെ തന്നെ വിടുവിക്കും. ഓ ഹല്ലേലൂയ. എനിക്കെന്തോ ഭയങ്കര ബോധ്യം തരിക. നിന്റെ ലൈഫിൽ ജീസസ് നിന്നെ കുരുക്കുന്നതിനെ നീ തന്നെ വിടുവിക്കാൻ പോവാ. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? നിന്റെ പ്രാർത്ഥനയാൽ, നിന്റെ ഉപവാസത്താൽ തന്നെ നിനക്ക് വിടുതലുണ്ട്. നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ തലമുറയ്ക്ക് വിടുതലുണ്ട്. ഒരു ദിവസം ഈ വചനം എനിക്ക് കിട്ടി. ഞാൻ അന്ന് ഈ വചനം കാണാതെ പഠിച്ചു. മാൻ നായാട്ടുകാരൻ്റെ കയ്യിൽ നിന്നും പക്ഷി വേട്ടക്കാരൻ്റെ കയ്യിൽ നിന്നും എന്ന പോലെ നീ നിന്നെ തന്നെ വിടുവിക്കുക. പക്ഷെ അന്നൊന്നും എനിക്ക് വിടുതൽ കിട്ടിയില്ല. ആ ദിവസങ്ങൾ ഒരു ഉപവാസ പ്രാർത്ഥന നടന്നു. ഉപവാസ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ മുതലേ നിങ്ങൾക്കറിയാമോ, ചില ഉപവാസങ്ങൾ തുടങ്ങുമ്പോഴേ വിശപ്പൊക്കെ അങ്ങ് മാറും. ചില ഉപവാസത്തിന് അന്യായ വിശപ്പാണ്. രാവിലെ തൊട്ടേ വിശപ്പോ. അതൊക്കെ ഉപവസിക്കുന്നവർക്കേ അറിയത്തുള്ളൂ. അല്ലാത്തവർക്ക് ഒന്നും അറിയാതെ വിശപ്പോ. പിന്നെ രാവിലെ വയറ് നിറച്ച് ആഹാരം കഴിച്ച് ആർക്കാ വിശപ്പ്? ചില ഉപവാസത്തിന് അങ്ങോട്ട് തുടങ്ങുമ്പോഴേ ഒട്ടും കാപ്പി പോലും കുടിക്കണമെന്നില്ല. അത്ര വിശപ്പില്ല. അങ്ങനെ ഉപവസിച്ചിട്ടുണ്ടോ? ചില ഉപവാസത്തിന് വിശന്ന് അന്ന് നമ്മൾ വിശന്നിരിക്കുമ്പോൾ ഏറ്റവും നല്ല ഫുഡും വീട്ടിൽ വെക്കും. അനുഭവപ്പെട്ടിട്ടുണ്ടോ? അന്നേരം നമ്മൾ ഇറങ്ങി ഇങ്ങനെ റബ്ബറും തോട്ടത്തിൽ കൂടെ നടന്നു പോകും. ഇന്ന് നമ്മൾ തീരുമാനിക്കും ഫാസ്റ്റിങ് കഴിഞ്ഞാൽ ആ ഫുഡ് കഴിക്കും. ഫുഡ് ആർക്കും വേണ്ടിയിട്ടൊന്നും അല്ലെന്നേ. ഇങ്ങോട്ട് നോക്കാം. പക്ഷെ ആ ഉപവാസം തുടങ്ങിയപ്പോൾ തന്നെ ഒട്ടും വിശപ്പില്ല, ഉറങ്ങണമെന്നില്ല. പ്രയർ. ഏകദേശം ഒരു 14 ദിവസമായപ്പം ഈ വാക്യം വീണ്ടും എൻ്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, നീ നിന്നെ തന്നെ വിടുവിക്ക്. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയും, ആർക്കൊക്കെയോ ഈ ദിവസങ്ങളിൽ ഒരിക്കലും ഇല്ലാത്ത പോലെ അവർ ചില കൃപ വ്യാപരിക്കാൻ പോവാ. യേശുവിൻ്റെ നാമത്തില് നീ നിന്നെ തന്നെ വിടുവിക്കണം. നിന്നെ തന്നെ നീ
അന്ന് ശുശ്രൂഷിക്കാൻ വന്ന ദൈവദാസൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ എനിക്ക് അത്ര വലിയ പരിചയമൊന്നുമില്ല, പക്ഷെ പുള്ളി ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അസാധാരണ അഭിഷേകം ഇറങ്ങി. ജനമെന്നും കൂടെ ചാടിയത് ഏതാണ്ട് 4 വാക്യേ പുള്ളി പറഞ്ഞുള്ളൂ. പിന്നെ 2-3 മണിക്കൂർ ആരാധനയായിരുന്നു. ആരാധനയുടെ നടുവിൽ എന്നോട് കർത്താവ് പറഞ്ഞു, ഞാൻ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യാൻ പറഞ്ഞു. ഞാൻ വാ തുറന്ന് പറയാൻ തുടങ്ങി, ഞാൻ എന്നെ തന്നെ വിടുവിക്കുക. ഞാനൊരു ദൂത് പറയാം, അന്ന് എൻ്റെ ലൈഫിൽ വിടുതൽ വ്യാപരിച്ചതാണ്. ഇന്ന് വരെ പിന്നെ അതെനിക്കൊരു ബന്ധനമായിട്ടില്ല. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, പ്രാർത്ഥിക്കുന്ന ചിലരോട് ദൂത് പറയുക, നീ നിന്നെ തന്നെ വിടുവിക്ക്. വർഷങ്ങൾക്ക് മുമ്പ് കുരുങ്ങിപ്പോയ ഇനിയും നീ തീർന്നു പോകുമെന്ന് കഥ പറഞ്ഞവർ ഞാൻ ചിലരോട് കർത്താവിൻ്റെ ആത്മാവിൽ പറയുക, വർഷങ്ങളായി ഒരേ വിഷയത്തിന് പ്രാർത്ഥിച്ചിട്ട് ഇന്ന് വരെ വിടുതൽ കാണാതെ സങ്കടപ്പെട്ടിരിക്കുന്ന ചിലരെ ഞാൻ കാണുന്നുണ്ട്. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയുക, ഒട്ടും പേടിക്കണ്ട, ഒട്ടും പേടിക്കണ്ട. ഈ 1-ാം തീയതി ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ കഴിഞ്ഞ പിന്നെ ഞാൻ വർഷങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്ന ചില വിഷയമുണ്ട്. 15 വർഷമായി കേസിന് പ്രാർത്ഥിക്കുന്നവരുണ്ട് എൻ്റെ ലിസ്റ്റിൽ. 15 വർഷം മുമ്പ് കുരുങ്ങിയതാ. പക്ഷേ ഈ ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ കഴിഞ്ഞ ഫസ്റ്റ് വീക്കിൽ ആദ്യത്തെ മറുപടി, ആ കേസ് പുള്ളിയെ വെറുതെ വിട്ടു. കാര്യം പുള്ളി ഒന്നും ചെയ്താൽ ഒരു തെറ്റും ചെയ്തില്ല, കുരുങ്ങിയതാ. നമ്മുടെ ചർച്ചുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളാ ജീസസ്. ആ കുരുക്ക് ദൈവം അഴിച്ചു. ഓരോരോ വാർത്തകൾ എൻ്റെ ഇതിനോടകം തന്നെ 10-16 വർഷം പുറകിൽ കുരുങ്ങിയ പലതും ഈ 15-ാം തീയതിക്കകത്ത് ഈ അല്പ ദിവസത്തിനകത്ത് ഞാൻ കേട്ടു. എന്നോട് ദൈവം പറയുക, ആർ വിടുവിക്കും? യേശുവിന്റെ നാമത്തില് മടക്കി താടാന്ന് പറയാൻ ആളില്ല. ഹല്ലേലൂയ. നിനക്കൊരു അനർത്ഥം സംഭവിച്ചാൽ, അപകടം സംഭവിച്ചാൽ, ഫൈനാൻഷ്യൽ കെണി ഉണ്ടായാൽ, അച്ചായ പ്രാർത്ഥിക്കാമെന്ന് പറയാൻ ആളുണ്ട്. അല്ലടാ, മടക്കിത്താടാ പിശാച് എന്ന് പറയാൻ കൃപയുള്ളവരില്ലെന്ന്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ ദൂത് പറയാം, നീ നിന്നെ തന്നെ വിടുവിക്ക്. 2025 നീ വിടുവിക്കപ്പെടും. Yes. Yes. Holy Spirit. Holy Spirit. Thank you, Lord. ഞാൻ ഇച്ചിരൂടെ ഡീപ്പായിട്ട് ഈ ദൂതിനെ ഒന്ന് പറയട്ടെ. വർഷങ്ങളായിക്ക് മുമ്പ് നീ പ്രാർത്ഥിച്ച് മറന്നുപോയ ചില വിഷയം ഈ ദിവസങ്ങളിൽ നിന്റെ വീട്ടിൽ വിടുതലായിട്ട് എഴുന്നേറ്റ് നിൽക്കും. നീ എഴുതി തള്ളിയ ചില ഫൈനാൻഷ്യൽ മേഖല എഴുതിയിട്ടോ ഇരട്ടി ശക്തിയോടെ തിരിച്ചു വരും. ഹോളി സ്പിരിറ്റ്, ഇത് പ്രവചിക്കുന്ന സെക്ഷനാ. എന്നോട് ഹോളി സ്പിരിറ്റ് പറയുന്നു, ലോർഡ് ലോർഡ് ലോർഡ്. അപ്പൊ ചോദ്യം നിങ്ങൾ നോക്കുക, ദൂതിലോട്ട് വരട്ടെ. ശിംശോനെ കുരുക്കാൻ നോക്കി, ശിംശോൻ കുരുങ്ങി. പക്ഷെ പ്രാർത്ഥിക്കുന്ന മൊർദെഖായിയെ കുരുക്കാൻ നോക്കി, മൊർദെഖായി കുരുങ്ങിയില്ല. കുരുക്കാൻ വന്നവൻ കുരുങ്ങി. കഴുകുമരത്തിൻ്റെ വലിപ്പം കണ്ട് നീ പേടിക്കരുത്. ആരാണ് അതേ തൂങ്ങേണ്ടതെന്ന് ദൈവമാ തീരുമാനിക്കുന്നത്. ഒരാമയും പറഞ്ഞു തുടങ്ങണം. ഞാൻ ഇച്ചിരുടെ ഗഹനമായ ദൂതിലോട്ട് വരാം. സ്തോത്രം. ഒന്ന് അടുത്തിരിക്കുന്ന ആളൊന്ന് കൈ കൊടുത്തു പറ, നീ നിന്നെ തന്നെ വിടുവിക്കാൻ പറ. ഗ്ലോറി. ഞാൻ ഒരു ചോദ്യമാണ്, എത്ര പേർക്ക് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനൊരു നിയോഗം എനിക്ക് ലഭിക്കണമെന്ന്? എത്ര പേർക്ക് എനിക്ക് അങ്ങനൊരു, ഞാൻ പറയാം, എന്നും നീ ചെയ്യുന്ന പതിവ് സിസ്റ്റം ഈ ദിവസങ്ങളിൽ പൊട്ടും. നീ ഉച്ചയ്ക്ക് യോഗം കഴിഞ്ഞ് ചിലപ്പം സ്തോത്രം ചെന്ന് ചില ഫുഡൊക്കെ കഴിച്ചിട്ട് ചിലപ്പോൾ റെസ്റ്റ് ചെയ്യുമായിരിക്കും, ചിലപ്പോൾ നീ എവിടോട്ടും പോവുമായിരിക്കും. നീ സാധാരണ ചെയ്യുന്ന സിസ്റ്റമൊക്കെ ഈ ദിവസങ്ങളിൽ മാറും. നിന്നെ ആരോ നിയന്ത്രിക്കുന്നൊരു ഫീല് നിനക്കുണ്ടാകാൻ പോവുക. ഇനിയും നീ ഇങ്ങനെ പരസ്യക്കോലമാകാൻ ദൈവം അനുവദിക്കത്തില്ല. ഇനിയും നീ ഇങ്ങനെ അപമാനം
കൃപ 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 കൃപ. അടുത്തിരിക്കുന്ന ആളെ നോക്കി ഇത് വിശ്വാസം പറയാമോ? ഈ സ്ഥിതി അധികം ദിവസം മുന്നോട്ട് പോകത്തില്ലെന്ന് പറ. ഒരു വിശ്വാസം പറ. ഈ സ്ഥിതി ഇപ്പം നീ ആരോടും പറയാതെ ഉള്ളിൽ ഞരങ്ങുന്ന ആ സ്ഥിതി ഇനി ഒത്തിരി മുന്നോട്ട് പോകത്തില്ല. നീ നിന്നെ തന്നെ വിടുവിക്കാൻ ഇതിനകത്തൊരു വിടുതൽ വ്യാപരിക്കുക. മറ്റൊരാളിൽ നിന്നല്ല, നീ നിന്നെ തന്നെ വിടുവിക്കണം. വിടുവിക്കണം. നീ നിന്നെ തന്നെ. ഗ്ലോറി. മറ്റൊരാൾക്കാൽ കിട്ടുന്ന വിടുതലുണ്ട്. പക്ഷെ ഇന്നത്തെ ദൂത് നീ നിന്നെ തന്നെ വിടുവിക്കാം. മാൻ നായാട്ടുകാരൻ്റെ കയ്യിൽ നിന്നും പക്ഷി സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, നിനക്ക് മുകളിൽ വീണ വല ആ കെണി നീ പൊട്ടിക്കണം. ഒരു വാക്യം കൂടെ വായിക്കാൻ പോവാ. 124 സങ്കീർത്തനം 7. ഞാൻ ഈ വെളിപ്പാടി കണ്ടോണ്ടാ ഈ ദൂതെടുക്കുന്നത്. വേട്ടക്കാരുടെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതി പോന്നിരിക്കുന്നു. ഒരാമയും വരുന്നില്ല. ഈ ദിവസങ്ങളിൽ നീ വഴുതി ഒഴുകിപ്പോരും. നിനക്ക് കെണി വെച്ചേക്കുക. ആയുസ് രക്ഷപ്പെടാത്ത കെണിയാ. നിന്റെ വീട് മുടിഞ്ഞു പോകുന്ന കെണിയാ. പക്ഷെ ദൈവാത്മാവ് പറയാ, ഈ ദിവസങ്ങൾ ആ കെണി പൊട്ടും. പൊട്ടും. വാക്യം ശ്രദ്ധിച്ചേ. വേട്ടക്കാരുടെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ. നിനക്ക് മനസ്സിലാകാനാ, ഒരു പക്ഷി വേട്ടക്കാരന്റെ കെണിക്കകത്ത് ചെന്ന് വീണു. ഇനി ഒരിക്കലും ആ വേട്ടക്കാരന്റെ കയ്യിൽ നിന്ന് ഈ പക്ഷിക്ക് വിടുതലില്ല. പക്ഷെ പക്ഷി തന്നെ ഒരു കാര്യം ചെയ്തു. അതിൻ്റെ കൂർത്ത ചുണ്ടുകൊണ്ട് തനിക്കേത് കെണി വെച്ചോ ആ കെണി കുത്തി പൊട്ടിച്ചു. എനിക്കെന്തോ ഒരു ബോധ്യം തരിക, നീ നിന്നെ തന്നെ വിടുവിക്കാൻ പോവാ. നിന്റെ മേലോട് അസാധാരണ അഭിഷേകം വീണിട്ട് നിന്റെ മേലിരിക്കുന്ന പ്രവചനം ജ്വലിക്കാൻ പോവാ. ഇവിടെ ഇരിക്കുന്ന ചിലരെ കൃപാവരത്താൽ നിറച്ചിട്ടുണ്ട്. പക്ഷെ നിന്റെ കൃപാവരം മൂടിയേക്കുക. ഒരു വെളിപ്പാടുടെ പറയാം. ഒരിക്കൽ താലന്ത് കട കൈമാറ്റം നടന്നു. 3 കൂട്ടർക്ക് താലന്ത് കൊടുത്തു. ആദ്യത്തെ എത്ര കൊടുത്തെന്ന് പറയാം, സമ്മാനം തരാം. ഇപ്പം അയ്യോ പാസ്റ്റർ പറയല്ലേ, എത്ര കൊടുത്തു? നിങ്ങൾ കേട്ടല്ലോ. രണ്ടാമതോ? എന്നാ പറ. മൂന്നാമത്തെ ആക്കോ? 1 കിട്ടിയവൻ എന്താ ചെയ്തു? കുഴി വെട്ടി അവധി മൂടി. സ്തോത്രം. കർത്താവ് ഒരു ദൂത് നിന്നോട് പറയുക, നീ മൂടിയേക്കുന്നതെല്ലാം ഈ ദിവസങ്ങളത് മാന്തി കുഴിക്കകത്തൊന്ന് വെളിയെടുക്കണം. കാരണം നിന്നെ ഏൽപ്പിച്ചത് വ്യാപാരം ചെയ്യാൻ പോവാ. ഗ്ലോറി 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 ഗ്ലോറി. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. അടുത്തൊരു 10-30 മിനിറ്റ് കൊണ്ട് ഈ ദൂത് തീരണം. സ്തോത്രം. എന്നോട് കർത്താവിന്റെ ആത്മാവ് പറയുക, ദൈവം ഏൽപ്പിച്ച ചിലര് കുഴി കുത്തിയിട്ടേക്കുവാ. നിന്നെ പ്രാർത്ഥന വരെ വേപ്പിച്ചു. ഇപ്പൊ നിനക്ക് പ്രാർത്ഥിക്കാൻ സൗകര്യമില്ല. ഇന്ന് ആ കുഴിക്കകത്തൊന്ന് മാന്തി എടുക്കണം ആ വരം. നീ പ്രവചിക്കേണ്ടവനാ. ഇപ്പൊ നിനക്ക് പ്രവചിക്കാൻ നേരമില്ല, പ്രാർത്ഥിക്കാൻ സമയമില്ല. വചനം ധ്യാനം കുഴിച്ചിട്ടിരിക്കുക. ആത്മാവ് പറയാ, കുഴിക്കകത്തുനിന്ന് പുറത്തെടുക്കണം. ഇത് വ്യാപാരം ചെയ്താൽ ഇരട്ടി പ്രാപിക്കാം. ഗ്ലോറി
നിങ്ങൾക്ക് മനസ്സിലായി വരുന്നുണ്ടോ? ഈ 40-ാം സങ്കീർത്തനത്തില് ഒരു വാക്യമുണ്ട്. സ്തോത്രം. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. ഈ കുഴിയുടെ പേരെന്തുവാ? നാശകരമായ കുഴി. നാശകരമായ കുഴി. കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എന്തുവാ ഈ നാശകരമായ കുഴി? സ്തോത്രം. എന്തുവാ ഈ നാശകരമായ കുഴി? എന്നോട് ഹോളി സ്പിരിറ്റ് ഒരു വെളിപ്പാട് തരുന്നു. നിനക്കെതിരെ വെട്ടിയ ചില കുഴിയിൽ നിന്ന് നീ പുറത്തു വരാൻ പോവാ. അതാ ഇന്നത്തെ വെളിപ്പാട്. നിന്നെ ഒരേ സ്ഥലത്തിട്ട് കറക്കുന്ന ആ കുഴിയിൽ നിന്ന്. സ്തോത്രം. എന്തുവാ നാശകരമായ കുഴി? 1-2 വാക്യങ്ങൾ വായിക്കുമ്പം അത് തെളിഞ്ഞു വരും. സ്തോത്രം. സമയം വേണം, കേട്ടിരിക്കണം. എന്നോട് കർത്താവിന്റെ ആത്മാവ് പറയാ, കുഴി കുത്താൻ ശത്രുവിന് കഴിയുമെങ്കിൽ നിന്നെ അതിന് വെളിയിലിറക്കാൻ ദൈവത്തിന് കഴിയും. ഓ ഹല്ലേലൂയ. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. ഈ സ്തോത്രം. നമുക്ക് 40-ാം സങ്കീർത്തനത്തിലേക്ക് തിരിച്ചു വരണം. പക്ഷെ അതിനു മുമ്പ് സ്തോത്രം 107-ാം സങ്കീർത്തനം എന്നെടുത്തേ 20-ാമത്തെ വാക്യത്തിലോട്ട് വരാം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അവൻ തന്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി. അവരുടെ കുഴികളിൽ നിന്ന് അവരെ ഏത് കുഴിയിൽ അവരെ ഒതുക്കിയോ അതിനകത്തുനിന്ന് അവരെ പുറത്തെടുത്തു. Glory to God. ദൂത് തീർന്നില്ല, പറയാൻ പോവുക. ഇന്ന് പകൽ ആത്മാവ് ദൂത് പറയുക, നീ ഒതുങ്ങിക്കിടക്കുന്ന കുഴിക്കകത്തേക്ക് ഇന്ന് വചനം അയക്കാൻ പോവുക. ഈ വചനം നിന്നെ പുറത്തിറക്കുമെന്ന്. അത് മനസ്സിലാകണമെങ്കിൽ ഈ നാശകരമായ കുഴി ഏതാ, നീ അകപ്പെട്ട കുഴി ഏതാ? ഒത്തിരി അർത്ഥങ്ങളുണ്ട്. അതിനകത്ത് എനിക്ക് പ്രാർത്ഥനയിൽ വെളിപ്പെട്ട ഒരു അർത്ഥമായി എന്ന് പറയാൻ പോകുന്നത്. സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം എടുക്കണം. എടുത്താൽ ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മനസ്സിലാകും. സമയക്കുറവ് കൊണ്ട് അതിൻ്റെ ഒരു ഭാഗമേ വിവരിക്കത്തുള്ളൂ. 38-ാം അധ്യായം. സ്തോത്രം. ഹല്ലേലൂയ. 17-ാമത്തെ വാക്യം ശ്രദ്ധിച്ചാട്ട്. സ്തോത്രം. സമാധാനത്തിനായി എനിക്ക് അത്യന്തം കൈപ്പായത് ഭവിച്ചു. ഒരു രാജാവ് വിടുതൽ കിട്ടിയിട്ട് പറയുക, സമാധാനത്തിനായി എനിക്ക് അത്യന്തം കൈപ്പായത് ഭവിച്ചു. എങ്കിലും നീ എന്റെ സകല പാപങ്ങളെയും നിന്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞിരിക്കൊണ്ട് എന്റെ പ്രാണനെ നാശക്കുഴിയിൽ നിന്ന് സ്നേഹത്തോടെ എന്റെ പ്രാണനെ നാശക്കുഴിയിൽ നിന്ന് സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു. ഒരാമയും വരുന്നില്ല. എന്തുവാണ് ഈ രാജാവ് അകപ്പെട്ട നാശക്കുഴി? ഏത് കുഴിയിലാണ് ഈ രാജാവ് വീണത്? സ്തോത്രം. ആ ഭാഗം പ്രസംഗിക്കാൻ പോയാൽ ഇന്ന് 3 മണി വരെ പ്രസംഗിച്ചാലും തീരത്തില്ല. സ്തോത്രം. ആ അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ മാത്രം ഒന്ന് വായിച്ചാൽ ഞാൻ ഈ കുഴി ഏതാന്നും അതിനകത്തൊന്ന് വിടുതൽ കിട്ടുന്നത് എങ്ങനെയാണെന്നും ഒന്ന് വെളിപ്പെടുത്താം. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ. ഇപ്പൊ രാജാവിന് ഒരു രോഗം പിടിച്ചിരിക്കുക. ആ രോഗം മരണം വരെ എത്തിക്കുന്ന രോഗമാണ്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ആ കുഴിയിൽ നിന്ന് ആയുസ്സിൽ ഇവൻ രക്ഷപ്പെടത്തില്ല. പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത, രക്ഷപ്പെടാത്ത കുഴിക്കകത്ത് നിന്ന് സ്നേഹത്തോടെ നിന്നെ രക്ഷിക്കുന്നൊരു ദൈവമുണ്ട്. മനസ്സിലായവരെ സ്തോത്രം ചെയ്യാവും. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയുക, ചിലരെ കൊണ്ടുപോകാൻ പിശാച് അയച്ച വാഹനങ്ങൾ ഇന്ന് തിരികെ പോകണം. Glory to God. ചിലരുടെ ആയുസ്സിനെ കുരുക്കിയ കുരുക്ക് ഇന്ന് പകൽ നിന്നെ തന്നെ വിടുവിക്കണം. ചിലരുടെ ഭാവിയെ കുരുക്കിയ എത്ര പേർക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് ഈ ദൂത് ആശീർവാദം പറയുന്നതിന് മുമ്പ് എന്നോട് ദൈവാത്മാവ് പറയാ, പല കുഴിയിൽ നിന്നും നിന്നെ പുറത്തിറക്കും ദൈവം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. ഈ ബൈബിളിന്റെ വെളിപ്പാടിലോട്ട് പോകുമ്പം ആ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ നമുക്ക് വായിക്കാം. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് അവനോട്,
നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക. ആ. നീ മരിച്ചു പോകും, സൗഖ്യമാകില്ല. നിങ്ങൾക്ക് ചരിത്രം അറിയാവുന്നതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ഈ കുഴിയിൽ നിന്ന് ഇവൻ കരകയറിയത് എങ്ങനാ? പ്രാർത്ഥനയാല. ഏതു മാരക രോഗവും സൗഖ്യമാകാൻ പ്രയർ ആവശ്യമാണ്. ഹോളി സ്പിരിറ്റ് എന്നോട് പറയുക, നീ ഇനിയും കുഴിയിൽ കിടക്കേണ്ടവനല്ല, നീ കുഴിയിൽ നിന്ന് വെളിയിൽ വരണം. എത്ര പേരാമയും പറയും? ഹല്ലേലൂയ. 40-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. അടുത്തത് നോക്കിയ, അവൻ എൻ്റെ കാലുകളെ കുഴിയിൽ നിർത്തി എന്നല്ല, പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. അടുത്ത പറയും, എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. അതെന്തുവാ? എൻ ദൈവത്തിൻ സ്തുതി. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. ഈ ദിവസങ്ങളിൽ നിന്നെ വിടുവിക്കുന്നത് കണ്ട് ചിലര് ഭയപ്പെടും. ഓ, പ്രവചന ശബ്ദമാ. നീ അകപ്പെട്ട കുഴിയിൽ നിന്ന്, കെണിയിൽ നിന്ന്, യേശുവിന്റെ നാമത്തിൽ. നിങ്ങൾ ആ വാക്യത്തിന്റെ ആദ്യ ഭാഗം ശ്രദ്ധിച്ചോ? സ്തോത്രം. ഇത് മോഷ്ടിച്ചും കവർന്നും പോയിരിക്കുന്ന ഒരു ജനമാണ്. മോഷ്ടിച്ചു. യേശുക്രിസ്തു പുതിയ നിയമത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, കള്ളൻ വരുന്നത് മോഷ്ടിക്കാനാ, കള്ളം വരുന്നത് അറുക്കാനാ, കള്ളം വരുന്നത് മുടിക്കാനാ. എന്നാ ഞാൻ വന്നത് എന്തിനാണെന്നറിയാമോ? മോഷ്ടിച്ച് അറത്ത മുടിച്ച ഒരുത്തനെ ഇങ്ങോട്ട് തന്നാൽ ഞാൻ ജീവൻ പകരാ. ഒരാമയും വരുന്നില്ല. ആരാധിക്കുന്ന ചിലരോടാ ദൂത്. പ്രവാചകൻ ചോദിക്കുക, ആർ വിടുവിക്കും? അടുത്തിരിക്കുന്ന ആളെ തൊട്ടച്ചോറ, നിനക്ക് ഉടനെ ഒരു വിടുതലുണ്ടെന്ന് പറ. ഞാൻ ആത്മാവി കാണുക, വിടുവിക്കുന്നവന്റെ കരം സിയോനിൽ നിന്ന് വെളിപ്പെട്ടു വരും. ഇന്ന് ആരാധന ആശീർവാദം പറയുന്നതിന് മുമ്പ് നിന്റെ സന്തതിക്കൊരു വിടുതലുണ്ട്. ഈ ദിവസങ്ങളിൽ എണ്ണപ്പെട്ടിരി. കൃപ, ഇതിനകത്ത് ശക്തമായ അഭിഷേകം വ്യാപരിക്കുക. നിനക്കൊരു വിടുതലുണ്ടെന്ന്. അബ്രഹാമിന്റെ അടുക്കൽ ഒരാൾ വന്നു പറഞ്ഞു, നിന്റെ സഹോദരപുത്രനായ ലോത്തിന്റെ നന്മ ശത്രു അപഹരിച്ചോണ്ട് പോയി. നിങ്ങൾ എന്നോട് പിണങ്ങല്ലേ? അബ്രാമും ലോത്തും കൂടി അടുത്ത സമയത്താ പിരിഞ്ഞ്. നമ്മുടെ അടുക്കൽ നിന്ന് ഒരാൾ പിരിഞ്ഞാൽ അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പ്രളയം നമുക്കറിയാം അല്ലേ? ഇനി ചോദ്യം, ലോത്തിന് നഷ്ടം വന്നപ്പം അബ്രഹാം സാക്ഷി പറയുവല്ലേ ചെയ്തേ? എന്നെ വിട്ടുപോകല്ലെന്ന് ഞാൻ അവനോട് പറഞ്ഞതാ. അഹങ്കാരം കയറി വിട്ടുപോയി. അവൻ അത് വരട്ടെ, കൊണപ്പെടട്ടെ, തിരിച്ചു വരട്ടെ എന്നൊന്നും അബ്രഹാം പറഞ്ഞില്ല. വാർത്ത അറിഞ്ഞപ്പം അബ്രഹാമിന്റെ വീട്ടിൽ ജനിച്ച തന്റെ സഹോദരനെ ബദ്ധനാക്കി കൊണ്ടുപോയെന്ന് അബ്രഹാം കേട്ടപ്പോൾ അവൻ തന്റെ വീട്ടിൽ ജനിച്ചവരും. ഞാനൊരു ദൂത് പറയാം, യഥാർത്ഥ ദൈവസ്നേഹം എന്ന് പറഞ്ഞാൽ നിന്റെ സഹോദരനൊരു പ്രശ്നം വന്നാൽ നീ നിന്റെ മുഴുവൻ ബലവും ഉപയോഗിച്ച് ഇടപെടണം.